വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. പ്രമുഖ മുന്നണികൾ അവഗണിച്ചതോടെ വണ്ടൂർ അത്താണിക്കലെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സമരമുഖത്തുള്ള ജനകീയ കൂട്ടായ്മ സ്ഥാനാർത്ഥികളെ ഇറക്കി തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ തിരക്കിലാണ്. സിറ്റി സക്കീറും ചോലക്കൽ റഫീഖും ഗ്രാമപഞ്ചായത്തിലേക്കും സിറ്റി സഫീർ ബ്ലോക്കിലേക്കുമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ജനവിധി തേടുന്നത്. ജനകീയ വിഷയമായതിനാൽ നാട്ടുകാർ കൂടെ നിൽക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഞങ്ങള് വോട്ടഭ്യർത്ഥനയിലാണ്. അപ്പോ ഞങ്ങളെ വോട്ട് ബാലറ്റ് ഇങ്ങനെയാണ് വരുന്നത്. 4ാമത്തെ നമ്പറിൽ റഫീഖ് ചോലക്കൽ, ഇത് ബ്ലോക്കുള്ളതാണ്. 5ാമത്തെ നമ്പറിൽ സഫീർ സിറ്റി. ഓക്കെ, ആപ്പിൾ അടയാളം രണ്ടും. ഓക്കെ, 5ാം വാർഡിലാണ്. 4ാം വാർഡും ബ്ലോക്ക് ഡിവിഷനിലുള്ളൂ. അപ്പൊ 5ാം വാർഡൊക്കെയാണ് സക്കീർ. അവിടെ ഇത് മാറി സക്കീറാവും. അപ്പൊ ഇപ്രാവശ്യത്തെ വോട്ട് ബിവറേജിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് പേരുണ്ടാവും, ചിഹ്നം ഉണ്ടാവും. ഇത് വെള്ള കളറിലാണ്, ഇത് ഇതേ കളർ തന്നെയാണ്. ഓക്കെ, നിങ്ങളെ ഇപ്രാവശ്യത്തെ വോട്ട് കയറ്റത്തില് നമുക്കെതിരെ വന്നിട്ടുള്ള ബിവറേജിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് ഈ ആപ്പിൾ അടയാളത്തിൽ ഞങ്ങളെ വിജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കണം, വിജയിപ്പിക്കണം, സഹായിക്കണം. അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാനുള്ളത്. പല പൊള്ളയായ വാഗ്ദാനങ്ങളും കൊണ്ട് റോഡിന് കൊടക്ക് വോട്ട് ചെയ്താൽ റോഡ് തരാന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവും. അതൊന്നും നടക്കില്ല. നമുക്കറിയാം ആ റോഡ് എത്ര കാലമായി അങ്ങനെ കടക്കൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിലൊന്നും വഞ്ചിതരാവരുത്. അതെ, അന്ന് പോലും ഇവിടെ ഉണ്ട്. അപ്പൊ അതിലൊന്നും വഞ്ചിതരാവരുത്. ഇപ്രാവശ്യത്തെ വോട്ട് നമ്മുടെ ചിഹ്നത്തിന്, നമുക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഭാവിയും കൂടി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ബിവറേജിന്റെ സമരത്തിന്റെ ഭാഗമായിട്ട് ആപ്പിൾ അടയാളത്തിൽ നമുക്ക് തന്നെ തരാം, മറക്കണ്ട. വോട്ടഭ്യർത്ഥനയിലാണ്. നമ്മുടെ ബാലറ്റിന്റെ മാതൃകയും ചിഹ്നമൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയതാണ്. ബാലറ്റ് എങ്ങനെയാണ് വരിക? 4ാമത്തെ നമ്പറിൽ ചോലക്കൽ റഫീഖ്, ആപ്പിൾ അടയാളത്തിൽ. അതേപോലെ ബ്ലോക്കുള്ളത് 5ാമത്തെ നമ്പർ, അതും ആപ്പിൾ അടയാളത്തിൽ. ഇപ്രാവശ്യത്തെ വോട്ട് നമ്മുടെ ബിവറേജിനെതിരെയുള്ള സമരം കൂടിയായിട്ട് കണക്കാക്കിയാണ് നമ്മളോടൊപ്പം അണിനിര പ്രതിഷേധത്തിന്റെ ഭാഗമാക്കാം. മറക്കരുത്. കുടുംബത്തിന്റെ പൂർണ്ണ സപ്പോർട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. രണ്ടു ആപ്പിള്, നമുക്ക് 3 ആപ്പിളുണ്ട്. 1 5ാം വാർഡാണ്, ഞങ്ങൾക്ക് 4ാം വാർഡും 2 ചിഹ്നം ആപ്പിൾ. ഓക്കെ, മറക്കരുത്, കൈവിടരുത്. ഈ ബിവറേജിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളോടൊപ്പം അണിനിര നാടിനെ സംരക്ഷിച്ച് പിടിക്കാനുള്ള ഒരു പ്രയത്നമാണ്. നിങ്ങളും കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. നമ്മളെല്ലാരും കൂടി കൂടിയാലേ നാടിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, മറക്കരുത്. ഞങ്ങൾ ഇത്ര കൂടി വോട്ടഭ്യർത്ഥനയിലാണ്. പിന്നെ നോട്ടീസ് ഉണ്ടോ? ബിവറേജിനെതിരെയുള്ള സമരത്തിലാണ്, ജനകീയ കൂട്ടായ്മക്ക് വേണ്ടിയാണ് ഉള്ള മത്സരത്തിലാണ്. ഇങ്ങനെയാണ് നമ്മുടെ ബാലറ്റിൽ വരിക. 4ാമത്തത് ചോലക്കൽ, ആപ്പിൾ അടയാളം. അതേപോലെ ബ്ലോക്ക് കൈവിടരുത്. ഞങ്ങളെ കൂടെ വേണം. ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കൂടെ വേണം. ഓക്കെ, മറക്കരുത്. 2024 ഫെബ്രുവരി 22-നാണ് ബീവറേജസ് ഔട്ട്ലെറ്റ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം ആളുകൾ വാഹനങ്ങളിലെത്തി മദ്യം വാങ്ങിയ ശേഷം വാഹനത്തിൽ ഇരുന്നും തൊട്ടടുത്ത ഒഴിഞ്ഞ പറമ്പുകളിലുമായും കൂട്ടമായി മദ്യപിച്ച് രാത്രിയേറെ വൈകിയും തമ്പടിക്കുന്നതും പതിവായതോടെയാണ് പ്രതിഷേധവുമായി ജനകീയ കൂട്ടായ്മ രംഗത്തെത്തിയത്. കേന്ദ്രം പ്രദേശത്തു നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഇതിനെതിരെ ഇടത് വലത് മുന്നണികൾ കണ്ണടച്ചതോടെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിടയായതെന്ന് സ്ഥാനാർത്ഥികൾ പറഞ്ഞു. ഞാൻ സഫീർ സിറ്റി, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാരാട് ഡിവിഷനിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, ജനകീയ കൂട്ടായ്മയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പം ഇപ്രാവശ്യം മത്സരിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മളെ നാട്ടിൽ ഇവിടെ ഒരു ബിവറേജ് വന്നിട്ടുണ്ട്. ഏകദേശം 2 വർഷത്തോളമായി. ആ ബിവറേജ് നമുക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്ന, നമ്മളെ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ അതിൽ നടന്നു പോരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞങ്ങൾ ജനകീയ കൂട്ടായ്മയുടെ കീഴിൽ ഏകദേശം 2 വർഷത്തോളം നമ്മളവിടെ സമരം ചെയ്തു.
അതിനൊന്നും ഫലം കണ്ടില്ല. പിന്നെ അത് അപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വന്ന സമയത്ത് നമ്മളെ നാട്ടുകാർക്കിടയിൽ ഒരു സർവേ നടത്തി. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ പറഞ്ഞു നമ്മൾ ഇപ്രാവശ്യം ആർക്കും വോട്ട് ചെയ്യുന്നില്ല. അതെന്താ കാരണം ചോദിച്ചപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല. നമുക്ക് ഒരു ബിവറേജ് എന്നൊരു നമുക്ക് കൊണ്ടുവന്ന് തന്ന സമ്മാനമാണ്. അപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാതെ നമ്മൾ വീണ്ടും അവരെ ജയിപ്പിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇപ്രാവശ്യം ജനകീയ കൂട്ടായ്മ ഒന്ന് മത്സരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ആളുകളാണ് ഞങ്ങൾ. ഞാൻ CT സക്കീർ, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് അത്താണിക്കൽ നിന്നും മത്സരിക്കുന്നു. ജനകീയ കൂട്ടായ്മ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഈ ബീവറേജ് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിൽ ഞങ്ങളെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോരാൻ കഴിയുന്നില്ല. അശ്ലീലങ്ങളും അനാവശ്യങ്ങളാണ് അവിടെ പറയുന്നത്. അതിനെതിരെയാണ് ഞങ്ങൾ 225 ദിവസം ഞങ്ങൾ കുത്തിരിപ്പ് സമരം നടത്തി. ഇടത് വലത് മുന്നണികളും ഞങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല. അതിനെതിരെയാണ് ഞങ്ങളിപ്പോൾ അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി വിളിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി കൂടിയാണ്ട് ഞങ്ങളെ ഒരു 3 സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ഞങ്ങളിൽ ഒരുപാട് പാർട്ടിക്കാരുണ്ട്. ഞങ്ങൾ ഒരു പാർട്ടി മാത്രമല്ല. അപ്പം ഞാൻ CPM പ്രവർത്തകനായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ CPM 18 വർഷമായിട്ട് മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണ്. ഈ നിൽക്കുന്ന ആൾ വെൽഫെയറിൻ്റെ ഒരു പ്രവർത്തകനാണ്. ഇത് UDF പ്രവർത്തകനാണ്. ഈ നിൽക്കുന്ന രാജേഷ് എന്ന് പറയുന്ന ആൾ BJP പ്രവർത്തകനാണ്. അങ്ങനെ മുജീബ് UDF പ്രവർത്തകനാണ്. ലത്തീഫ് UDF പ്രവർത്തകനാണ്. ഞങ്ങൾ ഇവിടെ പാർട്ടി അല്ല നോക്കിയിട്ടുള്ളത്. ഞങ്ങളെ നാട് ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ ബിവറേജ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം തന്നെ തകർന്നു പോയി. കാരണം കള്ളുടിയന്മാർ വെലസാണ് ഇതിൻ്റെ നാനാഭാഗത്തു കൂടി കുറച്ച് ഒഴിഞ്ഞ പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ കള്ളുടിയന്മാർ വന്ന് ഇരുന്നുകാണ്ട് ഈ കള്ളുടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പ്രദേശത്ത് കൂടെ ഒന്നും ആളുകൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്കൂളിൽ വരുന്ന കുട്ടികൾക്കും 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സഹ്യ കോളേജിൻ്റെ അവിടെ. ആ കോളേജിലേക്ക് വരുന്ന വിദ്യാർത്ഥിനികൾ ഈ കുട്ടികൾക്ക് പെൺകുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് ആ റൂട്ടിലൂടെ നടന്നു വരാൻ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാടൊരു പ്രതിസന്ധിയിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ പാർട്ടികളൊക്കെ മാറ്റി നിർത്തി. കാരണം ഞാനൊക്കെ ജനനം മുതൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ എനിക്ക് ഞാൻ മറ്റൊരു പാർട്ടിയിലും പ്രവർത്തിക്കാത്ത ഒരാളാണ്. CPM വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരാളാണ്. നമ്മുടെ നാട് പ്രതിസന്ധിയിലായപ്പോൾ പാർട്ടി അല്ല നമ്മൾ നോക്കിയത്, നമ്മുടെ നാടിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അത് അവിടുന്ന് ഒഴിവാക്കാം. LDF ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ വന്നത്. പഞ്ചായത്ത് ഭരണസമിതിൻ്റെ മൗനാനുവാദത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. കാരണം ഈ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാവരും അറിഞ്ഞിട്ടാണ് അവിടെ വന്നത്. വന്ന സമയത്തൊന്നും ഇവരാരും മിണ്ടിയില്ല. ഈ നാട്ടിൽ ഇപ്പോൾ CPM വേണ്ടി സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന പല ആളുകളും, ഈ പ്രദേശത്തു കൂടെയൊക്കെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന പല ആളുകളും അതിനുവേണ്ടി ചരട് വലിച്ച ആളുകളാണ്. തിരുവനന്തപുരത്ത് പോയി പേപ്പർ വർക്ക് വരെ നടത്തിയാണ്ട് അതവിടെ കൊണ്ടുവന്ന് ഈ ബിൽഡിംഗ് ഓണർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ആളുകൾ നമ്മുടെ പ്രദേശത്ത് സ്ഥാനാർത്ഥികളായി വരെ നിൽക്കുന്നുണ്ട് LDF വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മുടെ നാട് പ്രതിസന്ധിയിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ എന്ത് കാട്ടി, രാഷ്ട്രീയത്തിനെ തൽക്കാലം മാറ്റി നിർത്തി നാടിനെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജനകീയ കൂട്ടായ്മ എന്ന് പറയുന്ന സംവിധാനം മുന്നോട്ട് വെച്ച് 2 വർഷത്തോളമായിട്ട് നമ്മൾ സമരത്തിലാണ്. 225 ദിവസത്തോളം ഞങ്ങളവിടെ കുത്തിയിരുന്ന് സമരം നടത്തി. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, MP രാജേഷിന് പരാതി കൊടുത്തു, മലപ്പുറം കളക്ടറേറ്റിൽ പരാതി കൊടുത്തു, SP പരാതി കൊടുത്തു, വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തു, ബ്ലോക്ക് സെക്രട്ടറി കൊടുത്തു. ഇത്രയും പരാതികൾ കൊടുത്തിട്ടും ഒരനക്കമല്ല. രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിന് മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരെ മൈൻഡ് ചെയ്യാം, അതൊരു 250 വോട്ടല്ലേ, ഒരു 300 വോട്ടല്ലേ, അത് നമുക്കൊരു പ്രശ്നമല്ല എന്നുള്ളൊരു രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്തത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇപ്രാവശ്യം ഇവിടുന്ന് ഈസി ആയിട്ട് ഇവർ ജയിച്ചു പോകാൻ പാടില്ല എന്നൊരു തീരുമാനത്തിൻ്റെ പുറത്ത് ജനങ്ങളോട് ഇറങ്ങി സംസാരിച്ചപ്പോൾ ജനങ്ങൾ പറഞ്ഞു ഒരു വോട്ട് ബഹിഷ്കരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ മറ്റൊരു മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജനകീയ കൂട്ടായ്മ മത്സര രംഗത്തുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വോട്ട് ചെയ്യാം എന്ന് ആവശ്യം പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും സ്ഥാനാർത്ഥികളായി വന്നത്. നമ്മുടെ ഒരു കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥികളാണ് ഞാനും സഫീറും സക്കീറും. അങ്ങനെയാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത്. നമ്മളെല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഭാരിച്ച ചെലവ് വരുന്ന ഒരു കാര്യം തന്നെയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ജനങ്ങളിൽ നിന്നാണ് ഫണ്ട് കണ്ടെത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി അല്ലാത്തതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന് പറഞ്ഞ് പാർട്ടി ഫണ്ടൊന്നും വരാനില്ല. ഞങ്ങൾ 24 അംഗ കമ്മിറ്റിയും അതോടൊപ്പം ഞങ്ങളോട് അനുഭാവം കാണിക്കുന്ന ഈ ജനങ്ങളും നാട്ടുകാരും പ്രവാസി സുഹൃത്തുക്കളും അവരെല്ലാവരും നിശ്ചിത സംഖ്യ എന്നുള്ള നിലയ്ക്ക് ഒരു 1000-2000 ഒക്കെ പിരിവായിട്ട് തന്ന് ഞങ്ങൾ റെസീറ്റ് ബുക്ക് അടിച്ചിട്ടുണ്ട്. ആ റെസീറ്റ് ബുക്ക് വെച്ചുകൊണ്ടൊക്കെ പിരിച്ചെടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് അതേ രീതിയാണ് ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് വളരെ തുച്ഛമായ പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള പൈസ ഞങ്ങളെല്ലാവരും കയ്യിൽ നിന്ന് ഇട്ടുകൊണ്ടാണ് ഇപ്പം ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഈ സമയത്ത് മറ്റു പറയുന്ന ഭീഷണികളോ പിന്മാറണം അങ്ങനെ ആവശ്യങ്ങൾ? ഞങ്ങൾക്ക് ഭീഷണിയല്ല, ഭീഷണിയേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് സമ്മർദ്ദമാണ്.
പല ആളുകൾക്കും ഭീഷണി ഉള്ള ആളുകളുണ്ട് ഇവിടെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്നെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും അവിടെ അതാക്കും ഇവിടെ അതാക്കും എന്നൊക്കെ പറയുന്ന പാർട്ടികളുണ്ട്. പക്ഷെ നമ്മൾ പാർട്ടിക്കാരൊന്നും ഇപ്പോൾ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് മറ്റൊരു ബുദ്ധിമുട്ടിലേക്ക് പോകണ്ടെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഭീഷണി ഒരു സ്വരത്തിൽ ഒരു ചെറിയ ഭീഷണികൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് സമ്മർദ്ദമാണ് കൂടുതൽ. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, നിങ്ങൾ UDFൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ LDFൻ്റെ ഭാഗത്തു നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്, നിങ്ങൾ പിന്മാറണം, നിങ്ങൾ പിൻവലിക്കണം, നോമിനേഷൻ പിൻവലിക്കണം എന്നുള്ള സമ്മർദ്ദം പല കോണുകളിൽ നിന്നും ഞങ്ങൾ നേരിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയാക്കി തള്ളാൻ വരെ ഞങ്ങളത് ശ്രമിച്ചിട്ടുണ്ട്. തള്ളാൻ വരെ ശ്രമിച്ചതുവരെ എന്താണ് RO പഞ്ചായത്തിലെ ബ്ലോക്കിലെ RO അത് അവരുടെ ആ ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങളെ പത്രിക സ്വീകരിക്കുകയാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ RO അത് സ്വീകരിച്ചു. അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങളെ പത്രിക സ്വീകരിച്ചതിന് ശേഷം പിന്നീട് പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായി ഞങ്ങളെ പിന്നാലെ നടക്കൽ. പല ഓഫറുകളും ഞങ്ങൾക്ക് വെച്ചു. ഞങ്ങൾ പല ആളുകളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ട് വരെ പരിഹരിച്ച് തരാം എന്ന് പറഞ്ഞ ഓഫറുകൾ വരെ ഞങ്ങളെ മുന്നിലേക്ക് വെച്ചതാണ് അവർ. പക്ഷെ ഞങ്ങൾ ഈ നാടിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തിപരമായ സാമ്പത്തിക ലാഭത്തിനേക്കാൾ കൂടുതൽ ഈ നാട്ടിലെ സ്ത്രീ ജനങ്ങളും വിദ്യാർത്ഥികളും അവിടെ എന്താണ് ബുദ്ധിമുട്ടുന്ന ഒരു ഇതുണ്ട്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അതിന് തന്നെ ജീവിക്കുക, അതിന് തന്നെ പ്രവർത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പത്രിക പിൻവലിച്ചില്ല. ഞങ്ങളിപ്പോൾ അവിടെ ഒരു സ്പീക്കർ വെച്ചിരുന്നു. നമ്മൾ ഈ അനൗൺസ്മെന്റ് ഒക്കെ പാട്ടൊക്കെ ഇടാനൊക്കെ വേണ്ടി ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചിട്ട് അതുവരെ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞങ്ങാണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിയാക്കി. ഇന്നലെ വൈകുന്നേരം എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, അത് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടു. നമ്മളത് അപ്പം തന്നെ ഒഴിവാക്കി. അപ്പം അത്തരത്തിലുള്ള ഒരു എന്താ പറയുക പ്രതികാരം ചെയ്യുക എന്ന് പറയുമല്ലോ, അങ്ങനത്തെ നടപടികൾ വരെ ഇവർ ചെയ്യുന്നുണ്ട്. വിജയപ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 5-ാം വാർഡിൽ 100% വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഞങ്ങൾ ഇവിടെ വാർഡിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ ഞങ്ങളെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വോട്ട് ബാങ്ക് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു, സത്യം പറയാലോ. പക്ഷെ നമ്മൾ ഈ വാർഡിൽ ഇറങ്ങി ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഈ നാട് മൊത്തം ഞങ്ങളുടെ കൂടെയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ ഞങ്ങളോട് പറഞ്ഞു അത് അവിടുന്ന് ഒഴിവാക്കാൻ നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക, അതിൻ്റെ കൂടെ ഞങ്ങളുണ്ടാവും. നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ കഴിയുമോ? എന്നാൽ ഞങ്ങളുണ്ട്. ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളുണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ 5-ാം വാർഡിലെ സ്ത്രീ വോട്ടർമാർ ഒരു 90% വോട്ടർമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ആപ്പിൾ അടയാളത്തിൽ ഇപ്രാവശ്യത്തെ വോട്ട് നിങ്ങൾക്കാണ്. കാരണം കഴിഞ്ഞ ഇപ്പോൾ ഈ വാർഡിൽ LDF ആണ് മെമ്പറായിട്ടുള്ളത്, LDFൻ്റെ മെമ്പറാണ്. കഴിഞ്ഞ 17.5 വർഷത്തോളം UDFൻ്റെ മെമ്പറായിരുന്നു. ഈ വാർഡിലൂടെ ഒന്ന് ഇറങ്ങി നടന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വാർഡിൻ്റെ വികസനം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടന്ന വികസനവും അതിൻ്റെ മുന്നത്തെ 17.5 വർഷം കൊണ്ട് നടന്ന വികസനവും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. പല മേഖലകളിലൂടെയും ഒരു സൈക്കിൾ പോകാൻ പോലും കഴിയാത്ത റോഡ് ഈ വാർഡിലുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു കൊണ്ട് നടക്കുന്ന വികസനങ്ങൾ ഒരുപാട് സിംഗപ്പൂരാക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും അല്ല ഈ വാർഡിൻ്റെ അവസ്ഥ എന്നുള്ള ഈ നാട്ടിലെ ജനങ്ങൾക്കറിയും. ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള വാക്കുകൊണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് വോട്ടായി മാറിയാൽ ഞങ്ങൾ തന്നെ ഈ വാർഡിൽ വിജയിക്കും. ആപ്പിളാണ് രണ്ടുപേരുടെയും ചിഹ്നം. CT സക്കീർ വാർഡ് 5-ലേക്കും ചോലക്കൽ റഫീഖ് വാർഡ് 4-ലേക്കുമാണ് മത്സരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ. Safa Jewelry now. Safa Golden Diamonds. Different by design.